ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിയു ടി വിൻ്റെ ഏറ്റവും പുതിയ സീരീസായ വിയു വൈബ് DV TV ആണ്. DV എന്ന് പറഞ്ഞാൽ ഡിസൈനേഴ്സ് വിഷൻ TV. അപ്പോൾ അവരുടെ പുതിയ സീരീസാണ് വൈബ് DV സീരീസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോഞ്ച് കഴിഞ്ഞ മാസം മുംബൈയിലുണ്ടായിരുന്നു. നമ്മൾ ആ ലോഞ്ച് അറ്റൻഡ് ചെയ്യേണ്ടായി. അപ്പോൾ ആ ലോഞ്ച് പിന്നെ അനൗൺസ് ചെയ്ത കാര്യം, അതേപോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസും, ഞാനിപ്പോൾ TV യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായി. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ വിയു വൈബ് DV TVൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ വിയു വൈബ് DV TV ഇത് ആക്ച്വലി 5 സ്ക്രീൻ സൈസസിലാണ് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് ഫ്രം 43 ഇഞ്ച്, അതേപോലെ 50 ഇഞ്ച്, 55 ഇഞ്ച്, 65 ഇഞ്ച്, മാസീവ് 75 ഇഞ്ച് വരെ ഇതിൻ്റെ സൈസസ് വരുന്നുണ്ട്. ഇത് QLED 4K പാനലാണ്, A+ ഗ്രേഡ് പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് താഴെ ഒരു ഇൻ്റഗ്രേറ്റഡ് സൗണ്ട് ബാർ കാണാം. അപ്പോൾ ഓവറോൾ വൈബ് DV TVൻ്റെ പെർഫോമൻസും അതേപോലെ ഹാർഡ്വെയർ ആസ്പെക്ട്സും തന്നെ വളരെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം, ബോക്സ് എങ്ങനെ ഇരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വൈബ് DV TVൻ്റെ ബോക്സ് വരുന്നത്. വളരെ കളർഫുൾ ആയ ഒരു ബോക്സ് ആണ് വരുന്നത്. ഇനി ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്നത് ഡെസ്ക് മൗണ്ട് ആണ്, സ്റ്റാൻഡാണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി ഡെസ്ക് മൗണ്ട് ആണ് വരുന്നത്. അതിന് വേണ്ട സ്ക്രൂസ് ഇൻക്ലൂഡഡ് ആണ്. അതിന് കൂടെ റിമോട്ട് വരുന്നുണ്ട്, റിമോട്ടിൻ്റെ ബാറ്ററി വരുന്നുണ്ട്. കൂടാതെ വ്യൂവിൻ്റെ ഒരു വെൽക്കം കിറ്റ് കാണാം. പിന്നെ നമുക്ക് ഒരു വാൾ മൗണ്ടിനുള്ള ഒരു സ്റ്റാൻഡും കൂടെ അവൈലബിൾ ആണ്. സാധാരണ നമ്മൾ TV-യിൽ വരാത്തൊരു കാര്യമാണ് വാൾ മൗണ്ട് സ്റ്റാൻഡ്. അപ്പോൾ അതിനകത്ത് അതും ഉണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയ വാൾ മൗണ്ട് ഇൻക്ലൂഡ് വാങ്ങേണ്ട ആവശ്യമില്ല, TVൻ്റെ ബോക്സ് തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പവർ കോഡും ബേസിക് സെറ്റപ്പ് ഇൻസ്ട്രക്ഷനുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ TV ഒന്ന് സെറ്റപ്പ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. ഇത് ഗൂഗിൾ TV ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ഈസിലി നമുക്ക് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സെറ്റപ്പ് പ്രോസസ്സ് എങ്ങനെയാണ് നോക്കാം. ഈ സെറ്റപ്പ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗൂഗിൾ TV ആയിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിലോ ഗൂഗിൾ ഹോം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഗൂഗിൾ ഹോം ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് TV കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് നമുക്ക് ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വൈഫൈ നെറ്റ്വർക്കും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടും ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ TV ഹോം സെറ്റപ്പ് കഴിയും. വളരെ ക്വിക്കായിട്ട് തന്നെ ആ കോപ്പിംഗ് പ്രോസസ്സ് നടക്കും. അത് കഴിഞ്ഞ് ഗൂഗിൾ TV സെറ്റപ്പ് കഴിഞ്ഞ് നമുക്ക് ഹോം സ്ക്രീൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നോക്കാം. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുമ്പോൾ നമുക്ക് കാണാം വളരെ മിനിമലിസ്റ്റിക് ആണ് ഇതിൻ്റെ ബെസൽസ് വരുന്നത്. അതിനൊപ്പം തന്നെ ഇതുണ്ടല്ലോ, ഈ ഫ്രെയിം സൈസ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ താഴെ നമുക്ക് ഇവിടെ ഇൻ്റഗ്രേറ്റഡ് സൗണ്ട് ബാർ കാണാം. ഈ ഡെസ്ക് മൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വേർട്ടിക്കൽ, അതായത് 90 ഡിഗ്രിയിലാണ് ഡെസ്ക് മൗണ്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക തരം ഒരു ഭംഗി അതിനകത്ത് ഉണ്ടെന്ന് പറയാം. പിന്നെ ബോട്ടം ബെസൽസ് നല്ലതാണ്. പിന്നെ ഈ ഒരു TVൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ മെറ്റീരിയൽ ക്വാളിറ്റി യൂസ് ചെയ്തിരിക്കുന്നത് വളരെ ഇംപ്രസീവായ മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിലും വളരെ ഇംപ്രസീവ് സോളിഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അത് ഈ ഒരു TVക്ക് ഞാൻ കണ്ടത് വെച്ചാൽ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലൊക്കെ വരുന്ന TVൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി പൊതുവേ അത്ര നല്ലതാവാറില്ല. ഒരു എന്താ പറയുക, അത്ര ഒരു മികച്ചൊരു ഫീൽ നമുക്ക് കിട്ടാറില്ല. എന്നാൽ ഇതിൽ അങ്ങനെയല്ല, നല്ലൊരു മികച്ച ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ബാക്ക് പാനലിൻ്റെ സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. ഇതിൻ്റെ പോർട്സ് ആൻഡ് കണക്ടിവിറ്റീൻ്റെ കാര്യം പറയാം. HDMI പോർട്ട് ഉണ്ട്, 3 ഉണ്ട്. EARC സപ്പോർട്ട് ഉണ്ട്. 4K 60 ഹേർട്സിൻ്റെ HDMI പോർട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ USB പോർട്ട് 2 അവൈലബിൾ ആണ്. ഡിജിറ്റൽ ഓഡിയോ പോർട്ട് ഉണ്ട്, ഒപ്റ്റിക്കൽ പോർട്ട് ഉണ്ട്. അതേപോലെ ഇയർഫോൺ ജാക്ക് ഉണ്ട്, ഓഡിയോ വീഡിയോ പോർട്ട് ഉണ്ട്, ഈതർനെറ്റ് പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കാസ്റ്റിംഗ് സപ്പോർട്ട് എന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ എയർപ്ലേയും ഹോം കിറ്റും ക്രോം കാസ്റ്റ് ബിൽഡിംഗ് സപ്പോർട്ടും ഉണ്ട്. ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ടും വൈഫൈയും അവൈലബിൾ ആണ്. ലാൻ പോർട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ലാൻ വഴി കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈഫൈ വഴി കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി വിയുവിൻ്റെ വൈബ് DV TVൻ്റെ ഇൻ്റർഫേസ് നോക്കാം. അപ്പോൾ ഇത് ഗൂഗിൾ TV ഇൻ്റർഫേസ് ആണ്. അപ്പോൾ നമുക്ക് വരുന്ന ടിപ്പിക്കൽ ഗൂഗിൾ TVൻ്റെ ഇൻ്റർഫേസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. നമുക്ക് നല്ല ഒരു ക്ലീൻ ഇൻ്റർഫേസ് ആണ്, എന്നാൽ വളരെ ഫ്ലൂയിഡും ഫാസ്റ്റും ആയ ഒരു ഇൻ്റർഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുകളിൽ ഡീറ്റെയിൽസ് കാണാം. ഫോർ യു, മൂവീസ്, അതേപോലെ ഷോസ്, ആപ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ബൈ ഡിഫോൾട്ട് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, സോണി ലീവ് അങ്ങനത്തെയൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഗൂഗിൾ TV സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ആപ്സ് എല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അത് കൂടുതൽ ആപ്സ് വേണമെങ്കിൽ നമുക്ക് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടിപ്പിക്കൽ ഗൂഗിൾ TV ഇൻ്റർഫേസ് ആണ് വരുന്നത്. പിന്നെ വളരെ ഒരു എന്താ പറയുക, സ്മൂത്താണ് ഇൻ്റർഫേസ്. ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. വളരെ സ്മൂത്താണ്. നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒക്കെ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഓവറോൾ ഇൻ്റർഫേസിൻ്റെ കാര്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഉണ്ടല്ലേ ബേസിക് ഓപ്ഷൻസ് ആണ്. ഇൻപുട്ട്, പിക്ചർ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ
ഒരു കാര്യമാണ്. അവിടെ പിക്ചർ മോഡ് ഉണ്ട്, സ്റ്റാൻഡേർഡ് മോഡ് ഉണ്ട്, ക്രിക്കറ്റ് മോഡ്. അപ്പോൾ ക്രിക്കറ്റ് ഒക്കെ കാണുന്നവർക്ക് ഈ ഒരു മോഡ് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ ഇന്ത്യക്കാർ പൊതുവേ ക്രിക്കറ്റിലോട് ഭയങ്കരധികം ഇൻവോൾവ് ആയത് കാരണം അതിൽ സ്പെസിഫിക് ആയ ഒരു മോഡ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എനർജി സേവിങ് മോഡ് ഉണ്ട്, സിനിമ മോഡ് ഉണ്ട്, ഫിലിം മേക്കപ്പ് മോഡ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ യൂസ്ഫുൾ ആയ ഒരു ഓപ്ഷനാണ്. ഫിലിം മേക്കപ്പ് മോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫിലിംസ് എല്ലാം ഫിലിം മേക്കറിന്റെ ആ ഒരു സെറ്റിംഗ്സിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ പിക്ചർ സെറ്റിംഗ്സ്, ബ്രൈറ്റ്നസ്, ജനറൽ ഓപ്ഷൻസ്, കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കളർ ക്വാളിറ്റി, കളർ ടെമ്പറേച്ചർ, ലോ ബ്ലൂ ലൈറ്റ്, ഇതെല്ലാം തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പിക്ചർ ക്വാളിറ്റിയിൽ അത്യാവശ്യം നല്ല സെറ്റിംഗ്സും ഇതും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ സൗണ്ട് ക്വാളിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സൗണ്ട് എഫക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡോൾബി അറ്റ്മോസ് ഉണ്ട്. അതേപോലെ സൗണ്ട് മോഡ് ഏതൊക്കെയാണ് വേണ്ടത്, സ്റ്റാൻഡേർഡ് മോഡ്, സിനിമ മോഡ്, ക്രിക്കറ്റ് മോഡ്. അഗെയിൻ ക്രിക്കറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ മ്യൂസിക്, സ്പീച്ച്, അതായത് ഒരുപാട് വോക്കൽസ് ഉള്ള ഒരു എന്താ പറയുക ഫിലിമോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ആണെങ്കിൽ സ്പീച്ച് മോഡിലിടാം. അതേ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫാമിലി മൊമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫാമിലി മൊമെന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്. ഇവിടെ നമുക്ക് ഫാമിലി മൊമെന്റ്, ടേക്ക് ഫോട്ടോസ് വിത്ത് യു ഫാമിലി, അല്ലെങ്കിൽ വീഡിയോ മെസ്സേജ് ടു യുവർ ഫാമിലി. ഇതെല്ലാം നമുക്ക് ഒരു എക്സ്റ്റേണൽ ക്യാമറ ഫിറ്റ് ചെയ്യേണ്ട ഒരു ഇതാണ്. അത് ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യേണ്ടത്. പിന്നെ നമുക്കിവിടെ കണക്ഷൻ ടിപ്സ് എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് സ്ക്രീൻ ഷെയറിംഗ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആപ്പിളിന്റെ എയർപ്ലേ ഉണ്ട്, ആപ്ലിക്കേഷൻ ഷെയറിംഗ് ഉണ്ട്, PC ഷെയറിംഗും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ മിറർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നെ ഡീഫോൾട്ട് ആയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിവൈസ് അസിസ്റ്റന്റ് എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്ക് എല്ലാം കാണാൻ സാധിക്കും. വേണ്ടില്ല ഇപ്പോൾ എത്രത്തോളം ആപ്പ് സ്പേസ് ഉണ്ട്, സിസ്റ്റം യൂസ് ചെയ്ത് എത്രയാണ്, അതേപോലെ മെമ്മറി ക്ലീനർ ഉണ്ട്, സ്റ്റോറേജ് ക്ലീനർ ഉണ്ട്. എല്ലാത്തിലും തന്നെ ഒരു സിംപ്ലിഫൈഡ് ഇന്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. സിസ്റ്റം ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഒരേ ഒരു ഇന്റർഫേസിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഓവറോൾ UI എക്സ്പീരിയൻസ് ആണ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ UIന്റെ കാര്യം പറയുകയാണെങ്കിൽ. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു ഇന്റഗ്രേറ്റഡ് സൗണ്ട് ബാർ ആണ് വരുന്നത്. 88 വാട്ട് ഇന്റഗ്രേറ്റഡ് സൗണ്ട് ബാർ ആണ്. ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്, സറൗണ്ട് സൗണ്ട് ഉണ്ട്, ഡീപ് ബേസ് ഉണ്ട്, അതേപോലെ ഡയലോഗിന് ക്ലാരിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പ്ലേ വയ ബ്ലൂടൂത്ത് ഫംഗ്ഷനാലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിന്റെ എക്സ്പീരിയൻസ് ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ കണ്ടാണ് സൗണ്ട് ക്വാളിറ്റി വളരെ മികച്ചതാണ്. എസ്പെഷ്യലി ഒരു ലാർജർ റൂമിലൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ്. നമുക്ക് എക്സ്റ്റേണലി വേറൊരു സൗണ്ട് ബാർ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ ഡീഫോൾട്ടായി വരുന്ന 88 വാട്ട് സൗണ്ട് ബാർ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിന്റെ പ്രോസസറിന്റെ കാര്യം പറയുന്നത് ഇതിനകത്ത് 1.5 GHz Vion AI പ്രോസസറാണ്. വിയോന്റെ തന്നെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. 1.5 GHz Vion പ്രോസസറാണ്. ഇത് ടെർബോ മോഡ് അവൈലബിൾ ആണ്. 16 GB ഓഫ് ഇന്റേണൽ സ്റ്റോറേജും 2 GB റാമാണ് വരുന്നത്. പിന്നെ പെർഫോമൻസിന്റെ കാര്യം പറയുന്നത് വളരെ സ്മൂത്ത് UI എക്സ്പീരിയൻസ്, നേരത്തെ പറഞ്ഞല്ലോ വളരെ സ്മൂത്ത് UI എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ലാഗും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയെ കുറിച്ച് പറയാം. അതാണല്ലോ വളരെ ഇമ്പോർട്ടൻറ്റ്. വളരെ സ്ലിം ബെസൽസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു QLED പാനലാണ്, 4K QLED പാനലാണ്. 400 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. ഡോൾബി വിഷൻ സപ്പോർട്ടും ഉണ്ട്, HDR10 സപ്പോർട്ടും ഉണ്ട്, അതേപോലെ HLG സപ്പോർട്ടും ഇൻക്ലൂഡ് ആണ്. പിന്നെ 99.2 NTSC കളർ ഗ്യാമറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റിച്ച് കളേഴ്സ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അതേപോലെ DCI P3 കളർ ഗ്യാമറ്റും അഡോബിന്റെ RGB ഫോമാറ്റ് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ വളരെ റിച്ച് പാനലാണ്. ഈ റിച്ച് പാനലിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ബ്ലാക്കും വളരെ നല്ല ഡീപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഓവറോൾ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ളതിൽ ഒരു സംശയമില്ല. നല്ല റിച്ച് കളേഴ്സിനൊപ്പം തന്നെ നമുക്ക് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും തന്നെ നമ്മുടെ കളർ ക്വാളിറ്റിയാണ് എപ്പോഴും തന്നെ ഡൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരില്ല വീഡിയോ കാണാൻ. എന്നാൽ ഇവിടെ നമുക്ക് വളരെ റിച്ച് പാനലാണ്. അതിനൊപ്പം തന്നെ കോൺട്രാസ്റ്റ് റേഷ്യോ ആണെങ്കിലും ഓവറോൾ ക്വാളിറ്റി ആണെങ്കിലും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. ഡീപ്പ് ബ്ലാക്സ് ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ബ്രൈറ്റ്നസ് ലെവൽസ് ആണെങ്കിലും പാനലിന്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വിയുവിന്റെ വൈബ് DV ടിവിന്റെ കളർ ക്വാളിറ്റി. അപ്പോൾ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനാണെങ്കിലും OTT പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് തരുന്നതിൽ ഒരു സംശയവും തന്നെ ഇല്ല. ഇതിന്റെ റിമോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് റിമോട്ടാണ്. വളരെ കോമ്പാക്റ്റ് ഫോം ഫാക്ടറാണ്. ഇവിടെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം, പവർ ബട്ടൺ കാണാം, സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വൈഫൈ ബട്ടൺ ഉണ്ട്. വളരെ ക്വിക്കായിട്ട് നമുക്ക് വൈഫൈ സെറ്റിംഗ്സിലേക്ക് പോകാൻ സാധിക്കും. മ്യൂട്ട് ബട്ടൺ ഉണ്ട്, ഹോം ബട്ടൺ, പിന്നെ എല്ലാ ബേസിക് ഓപ്ഷൻസ് കാണാം. പിക്ചർ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, ക്രിക്കറ്റ്, സിനിമ മോഡ്സ് നമുക്ക് ഈസിലി സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. നെറ്റ്ഫ്ലിക്സും യൂട്യൂബിന്റെയും ഷോർട്ട് കട്ട് കീസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സെറ്റിംഗ്സ്
നമുക്ക് വളരെ ഈസിലി പിക്ചർ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി മാറ്റാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു റിമോട്ട് എക്സ്പീരിയൻസ് ആണ് വിയുവിൻ്റെ വൈബ് DV TV ഓഫർ ചെയ്തിട്ടുള്ളത്. ഇനി ടിവിൻ്റെ പ്രൈസിങ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 വേരിയൻസ് ആണ് അവൈലബിൾ ആവുന്നത്. 43 ഇഞ്ച് വൈബ് DV TVക്ക് 26,999 രൂപയാണ്. 50 ഇഞ്ച് വൈബ് DV TVക്ക് 32,999 രൂപയാണ്. 55 ഇഞ്ച് അതായത് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തതിന് 36,999 രൂപ. 65 ഇഞ്ചിന് 52,999 രൂപ. അതേപോലെ തന്നെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ 75 ഇഞ്ചിന് 66,999 രൂപയാണ്. അപ്പോൾ പ്രൈസിങ് നോക്കുമ്പോൾ തന്നെ എനിക്ക് കാണാൻ സാധിക്കും വളരെ നല്ല കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് ആണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുമാത്രമല്ല ഫീച്ചർ സെറ്റും അതിൻ്റെ ഓവറോൾ ഹാർഡ്വെയറും ക്വാളിറ്റിയും വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രൈസിംഗ് ആണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു വിയുവിൻ്റെ വൈബ് DV സീരീസിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത 55 ഇഞ്ച് TV ആണ്. ഓവറോൾ നല്ല ക്വാളിറ്റിയും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ബോട്ടം ഇൻ്റഗ്രേറ്റഡ് സൗണ്ട് ബാർ എക്സ്പീരിയൻസ് ആണെങ്കിലും പിക്ചർ ക്വാളിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗൂഗിൾ TV എക്സ്പീരിയൻസും എല്ലാം തന്നെ നല്ല ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രൈസിങ്ങും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളൊരു പുതിയ 4K QLED പാനൽ, അതായത് A+ ഗ്രേഡ് QLED പാനലിൻ്റെ TV എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് വൈബ് DV TV. നല്ല ഒരു അഫോർഡബിൾ പ്രൈസിങ്ങും അതേപോലെ തന്നെ ഒരു കോംപ്രമൈസും ഇല്ലാത്ത പിക്ചർ ക്വാളിറ്റിയാണ് വരുന്നത്. ഇൻഫാക്ട് എൻ്റെ വീട്ടിലിരിക്കുന്നതും വിയുവിൻ്റെ TV കേട്ടോ. വിയുവിൻ്റെ ഒരു 5 ഇയേഴ്സായി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസോ ഒരു പ്രോബ്ലംസോ ഒന്നുമില്ലാത്ത ഒരു TV ആണ്. 2020 വാങ്ങിയ TV ആണ്. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആണ്, ഒരു കംപ്ലയിൻസും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വാങ്ങാൻ പറ്റിയ ഒരു നല്ല ക്വാളിറ്റി TV ആണ് വിയു ഓഫർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ സർവീസ് സപ്പോർട്ടും വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. അപ്പോൾ ഇതായിരുന്നു വിയുവിൻ്റെ വൈബ് DV TVൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.